مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ നബിയുടെ ഖൽബിൽ നിന്നും ഈ ലോകത്തോടുള്ള സ്നേഹം അങ്ങ് എടുത്തു കളയുകയും തൽസ്ഥാനത്ത് അല്ലാഹുവിന്റെ സ്നേഹം കുത്തി നിറക്കുകയും ചെയ്ത ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണ്ണമലകളായി ഞങ്ങൾ വരട്ടെയോ എന്ന് ഉഹദും പരിസരമലകളും ചോദിച്ചപ്പോഴല്ലേ വേണ്ട വേണ്ട എനിക്കിത് വേണ്ട എന്ന് മുത്തുനബി പറഞ്ഞത്. ഇമാം ബൂസ്വീരി തങ്ങൾ ബുർദയിൽ പറഞ്ഞില്ലേ, വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബിൻ അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. وكيف تدعو إلى الدنيا ضرورة من وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرجي دنيا من العدم مولاي دائما أبدا على حبيبك خير الخلق كلهم. وراودته الجبال الشم من ذهب. മഹാപർവ്വതങ്ങൾ നബിയോട് പറഞ്ഞില്ലയോ, ഞങ്ങൾ നിങ്ങൾക്ക് സ്വർണമായി മാറാം നബിയേ. عن نفسه فأراها أيما شممي. എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ മലകളായി പാറകളായി നിന്നോളൂ, എനിക്ക് സ്വർണം വേണ്ട എന്ന് പറഞ്ഞവരല്ലേ നബിയേ നിങ്ങൾ. وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرجي دنيا من العدم. ഈ ലോകം തന്നെ പടക്കാൻ കാരണഭൂതരായ നബിയെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ആർഭാടങ്ങൾ നിങ്ങളുടെ കണ്ണിൽ എങ്ങനെയാണ് നബിയെ, എങ്ങനെയാണ് നിങ്ങളെ പ്രലോഭിപ്പിക്കുക? ആർഭാടങ്ങൾ അങ്ങേക്ക് വേണ്ടല്ലോ നബിയെ, അങ്ങത് കൊതിച്ചിട്ടുമില്ല. മദീനയിലെന്ന് കോട്ടകൾ പോലെയുള്ള വീടുകളുള്ള കാലമാണ്. ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാർ താമസിക്കുന്ന കൊച്ചു കൊച്ചു കുടിലുകൾ. നമ്മുടെ വീടുകൾ എത്ര സൗകര്യമുള്ളവയാണ്, അൽഹംദുലില്ലാഹ്. എത്ര സൗകര്യമുള്ള വീടുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളൊക്കെയും അള്ളാഹു വലിയ നിഅമത്ത് ചെയ്ത പ്രദേശങ്ങളല്ലേ. അള്ളാഹു അവന്റെ നിഅമത്ത് അത് നിലനിർത്തി തന്നുകൊണ്ട് അതിനെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ നിഅമത്തിന്റെ വില അള്ളാഹു എടുത്തുകൊണ്ടു പോവാതെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ വില മനസ്സിലാക്കാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് പക്ഷേ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ദീനിനോട് നന്ദിയുണ്ടാവാൻ കാരണമാവുക. ഹബീബായ നബി തങ്ങളുടെ കൊച്ചു കൊച്ചു വീടുകളുണ്ട്, കൊച്ചു റൂമുകൾ. ഹുജുറാത്തുൻ നബി. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ. നബിയേ, അങ്ങയുടെ റൂമുകളുടെ പിന്നിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞത് ഹബീബിന്റെ വീടുകളാണ്. ഓരോ ഭാര്യമാരും താമസിച്ചത് ഓരോ റൂമുകളിലാണ്. ഒരു റൂമാണ് അവരുടെ വീട്. മുത്തുനബിയുടെ ആ വീടുകളെല്ലാം മസ്ജിദുൻ നബവിയുടെ എക്സ്പാൻഷൻ നടക്കുമ്പോ, മദീന പള്ളിയുടെ ആദ്യത്തെ ചരിത്രത്തിലെ ആദ്യത്തെ വികാസം നടക്കുമ്പോൾ, മദീനയിൽ ഏറ്റവും കൂടുതൽ കരച്ചിൽ നടന്ന കാലം മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മാ റുഇയ യൗമുൻ കാന അക്സറ ബാകിയൻ മിൻ ദാലികൽ യൗം ഫിൽ മദീന. ഹബീബായ നബിയുടെ മദീനയിൽ അതിന്റെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം മദീനാവാസികൾ മുഴുവനും പൊട്ടിക്കരഞ്ഞ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം മറ്റൊന്നുമല്ല, അന്നത്തെ ഭരണാധികാരി, അമവി ഭരണാധികാരി വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരി ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരും നബി തങ്ങളും താമസിച്ച കൊച്ചു കൊച്ചു വീടുകൾ പോലും പൊളിച്ചു മാറ്റിയ ദിവസമായിരുന്നു അത്. പൊളിച്ചു മാറ്റിയിട്ട് മദീന പള്ളിയെ വികസിപ്പിക്കുകയാണ്.
ഇസ്ലാമിക ചരിത്രത്തിലെ വികാസങ്ങളിൽ പ്രഥമമായ ആദ്യകാലങ്ങളിലെ ആദ്യത്തെ വികസനം നടന്നത് വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന ഭരണാധികാരിയുടെ കാലം. മുത്തുനബിയുടെ കൊച്ചു കൊച്ചു വീടുകളെല്ലാം പൊളിച്ചു മാറ്റുമ്പോൾ മദീനക്കാർ കരഞ്ഞ പോലെ മുമ്പൊരിക്കലും മദീനയിൽ ആരും കരഞ്ഞിട്ടില്ല എന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു വല്ലാഹി ലവദിത്തു സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കൊതിച്ചു പോകുന്നു അന്നഹും തറകൂഹാ അലാ ഹാലിഹാ, ഹബീബിന്റെ ആ റൂമുകളൊന്നും പൊളിച്ചു മാറ്റാതെ അതങ്ങനെ തന്നെ നിലനിർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. മദീനക്കാരത് കാണണം. ലോകരാജ്യങ്ങളിൽ നിന്ന് മദീന കാണാൻ വരുന്നവർ ഹബീബിന്റെ വീടൊന്ന് കാണണമായിരുന്നു. അത് കാണണമെങ്കിൽ അത് പൊളിക്കാതെ വലീദ് ഇബ്നു അബ്ദുൽ മലിക് ആ വീടുകൾ പൊളിക്കാതെ അങ്ങനെ തന്നെ വെച്ചിരുന്നെങ്കിലെന്ന് ഞങ്ങളെല്ലാം കൊതിച്ചുപോയി. എങ്കിൽ ലോകത്ത് വരുന്ന ആളുകൾക്ക് കാണാമായിരുന്നു മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം എന്തായിരുന്നു. മതത്തിന്റെ പേരിൽ സമ്പാദിച്ചവരല്ല ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകങ്ങൾക്ക് സത്യം പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ എന്തെങ്കിലും ഭൗതികമായ ആർഭാടം ഹബീബിനുണ്ടായിട്ടുണ്ടോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ ഹബീബിന്റെ വീട്ടിലല്ലേ ജനിച്ചു വളർന്നത്, അവിടെയല്ലേ വളർന്നത്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനെന്ന് കുട്ടിയാണ്, എന്റെ കൈ ഒന്ന് പൊക്കിയാൽ ഹബീബിന്റെ വീടിന്റെ റൂഫിൽ തട്ടുമായിരുന്നു, സീലിംഗിൽ തട്ടുമായിരുന്നു. നബിയുടെ റൂമിന് അത്രയേ ഉയരമുണ്ടായിരുന്നുള്ളൂ എന്ന് കൊച്ചുകുട്ടിയായിരുന്ന മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വീട് എന്തിനാണ് പൊളിച്ചു കളഞ്ഞത് എന്ന് ഓർത്ത് കരയാത്തവരില്ലായിരുന്നു. മദീനയിൽ അന്ന് ഏറ്റവും കൂടുതൽ കരച്ചിൽ നടന്നത് ഹബീബിന്റെ വീടുകളൊക്കെ പൊളിച്ചു മാറ്റിയപ്പോഴാണ്. സയ്യിദ് തങ്ങൾ പറയാണ്, അതങ്ങനെ തന്നെ നിലനിർത്തുകയും ലോകരാജ്യങ്ങളിൽ നിന്ന് ഹബീബിനെ സന്ദർശിക്കാൻ മദീനയിലേക്ക് വരുന്ന ആളുകളും മദീനയിൽ ജനിച്ചു വരുന്ന ആളുകളും മുത്തുനബി എങ്ങനെ ജീവിച്ചു എന്ന് ഹബീബിനെ കാണുമ്പോ, ഹബീബ് ജീവിച്ച ചുമരുകൾ കാണുമ്പോ, ഹബീബിന്റെ റൂമിന്റെ അവസ്ഥ കാണുമ്പോ, ഹബീബിന്റെ വീടിന്റെ വലുപ്പം കാണുമ്പോൾ സമ്പത്തിന് വേണ്ടി മത്സരിക്കാതെ പരലോകത്തിന് വേണ്ടി ഒരുങ്ങാൻ എത്ര ഉപകാരപ്പെടുമായിരുന്നു ആ വീടുകൾ പൊളിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, അന്നത്തെ സ്വഹാബി, ജീവിച്ചിരിപ്പുള്ള സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ലൈതഹാ തുരികത് ഫലം തുഹദം ഹത്താ യഫ്സുലൻ നാസു അനിൽ ബിനാ. ജനങ്ങൾ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഓടുമ്പോൾ ഹബീബായ നബിയുടെ ആ വീട് അവിടെ തന്നെ വെച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വയറൗ, ജനങ്ങൾ കാണണമായിരുന്നു. മാ റളിയല്ലാഹു ലിനബി ലോകത്തിന്റെ സർവമാന നിധികളുടെയും താക്കോൽ ഹബീബ് പറയുമായിരുന്നു, ഈ ഭൂമിയുടെ വിഭവങ്ങളുടെ താക്കോലുകൾ എന്റെ കയ്യിൽ അല്ലാഹു തന്നു എന്ന് പറഞ്ഞ ഹബീബായ നബി എത്ര ലാളിത്യത്തിലാണ് ജീവിച്ചത് എന്ന് കാണാൻ. മദീന പള്ളിയുടെ വികാസമാണെങ്കിൽ തന്നെയും ആ വീടുകളൊന്നും പൊളിക്കേണ്ടതില്ലായിരുന്നു എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. അങ്ങനെയല്ലേ ഹബീബ് ജീവിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ونركز لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിന്റെ റൗദയിലേക്ക് സ്വലാത്തുകൾ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഹബീബിന് അല്ലാഹു മജ്ലിസ് കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കട്ടെ. ഹബീബായ നബിയുടെ ശഫാഅത്ത് കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.